ഈ ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് മനുഷ്യരായ നാം എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ നമ്മിൽ വന്നേക്കാം. എങ്കിലും മനുഷ്യന് അവന്റെ ആഗ്രഹങ്ങൾ അടങ്ങുന്നില്ല. എത്ര കിട്ടിയാലും മതിയാകാത്ത, ദുനിയാവിൽ ഏറ്റവും മികച്ചത് ലഭിക്കണമെന്ന ആഗ്രഹങ്ങളുമായിട്ടാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിനൽ ദഹബ്, ആദമിന്റെ പുത്രന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ, അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, അതായത് ഒരു സ്വർണത്തിന്റെ താഴ്വര എന്നുള്ളതിന് വലിയ താഴ്വരയാണ്, അതവന് വലുതാണ്, അത് അവന് ലഭിച്ചു വന്നിരിക്കുക. എന്നാൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, അവൻ രണ്ട് താഴ്വരകൾ ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കുന്നുള്ളതാണ്. ഒരു താഴ്വര കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു താഴ്വര കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കും. ഇതാണ് മനുഷ്യന്റെ ദുനിയാവിലെ ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ആഗ്രഹം വലം യംലഅ ഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് അവന്റെ മുഖത്തും വായിലും മണ്ണ് നിറയുന്നത് വരെ, അവൻ ഖബറിലെത്തുന്നത് വരെ അവന്റെ ആഗ്രഹങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, യഹ്റമു ഇബ്നു ആദമ വയശിബ്ബു മിൻഹു സ്നാൻ, ആദമിന്റെ പുത്രൻ വൃദ്ധനാകും, പ്രായം കൂടി അവൻ വൃദ്ധനാകുന്ന അവസ്ഥയിലേക്ക് അവനെത്തും. എന്നാൽ രണ്ട് വിഷയത്തിൽ അവനെ ചെറുപ്പമായി അവൻ നിലനിൽക്കുമെന്നുള്ളതാണ്. വയശിബ്ബു മിൻഹു സ്നാനി, രണ്ട് വിഷയങ്ങളിൽ അവൻ ചെറുപ്പക്കാരനായിരിക്കും. അൽ ഹിർസു അലൽ മാലി വൽ ഹിർസു അലൽ ഉംരി, അത് ഒന്ന് അവന്റെ ജീവിതത്തോടുള്ള ആഗ്രഹമാണ്. രണ്ടാമത്തേത് വൽ ഹിർസു അലൽ ഉംരി, അവന്റെ ജീവിതത്തോടുള്ള ആഗ്രഹവും അതോടൊപ്പം തന്നെ അൽ ഹിർസു അലൽ മാലി, അവന്റെ സമ്പത്തിനോടുള്ള ആഗ്രഹവുമാണ്. ഈ രണ്ട് വിഷയത്തിൽ ഏത് വൃദ്ധനും ഏത് വയസ്സ് കൂടിയവനും അവൻ ചെറുപ്പമായിരിക്കും. ജീവിക്കാനുള്ള ആഗ്രഹം ശരിയാണ്, സമ്പത്തിനോടുള്ള ആഗ്രഹം അതും അവന്റെ ആഗ്രഹമായിരിക്കും എന്നുള്ളത് ഏത് പ്രായമായാലും അത് അവന്റെ ആഗ്രഹമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മരണശേഷം ഇത്രയും വിശാലമായ ദുനിയാവിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ജീവിച്ച നമ്മൾ നമ്മുടെ മരണശേഷം ഒരിക്കലും തന്നെ ഒരാൾ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കാറില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ദുനിയാവിലേക്ക് തിരിച്ചുപോയി ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ എനിക്ക് ഇനിയും ആഗ്രഹത്തോടുകൂടി അത് പൂർത്തീകരിച്ചു വരണമെന്ന് ഒരിക്കലും ഒരു വിശ്വാസിയും ആഗ്രഹിക്കാറില്ല. കാരണം മരണപ്പെടുമ്പോൾ ദുനിയാവിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം, ദുനിയാവിൽ ഞാൻ നേടിയതെല്ലാം താൽക്കാലികവും നശ്വരവുമായ ഐഹിക സുഖങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് മരണത്തോടുകൂടി ആ ഒരു യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, മരണം
നമുക്ക് കേട്ടുകേൾവിയുള്ള കാര്യമാണ്. കണ്ട് മറ്റുള്ള ആളുകൾ മരിക്കുന്നതും മരണാനന്തര ചടങ്ങുകൾ നമ്മൾ പങ്കെടുത്തിരുന്നാൽ ആ മരണം നമ്മളാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ആ മരണം അനുഭവിക്കുമ്പോൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും, ദുനിയാവിൽ ഞാൻ നേടിയതെല്ലാം നശ്വരമായിരുന്നു, ഐഹിക സുഖങ്ങൾ മാത്രമായിരുന്നു എന്ന് അവൻ കൃത്യമായി തിരിച്ചറിയുന്നു. ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിതമാണ്, പരലോകവും അവിടെ എനിക്ക് ലഭിക്കാനുള്ളതുമെല്ലാമാണ് എനിക്കുള്ള അനശ്വരമായ ഒരു ജീവിതം എന്നുള്ളത് കൃത്യമായി അവൻ തിരിച്ചറിയുമെന്നുള്ളതാണ്. ആ പരലോകത്തേക്ക് കൂലി വാങ്ങാനുള്ള ജോലി സ്ഥലമായിരുന്നു ദുനിയാവെന്ന് അവൻ കൃത്യമായി തിരിച്ചറിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മരണത്തോടുകൂടി ഒരാളും തന്നെ ദുനിയാവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മരണപ്പെട്ടവരുടെ ചില ആഗ്രഹങ്ങളുണ്ട്. മരണപ്പെട്ടവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. മരണത്തോടുകൂടി ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. അത് നാം തിരിച്ചറിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതായി മരണത്തോടുകൂടി ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നത്, അവൻ ഈ ദുനിയാവിൽ നിന്നും തന്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ദുനിയാവിൽ അവൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാതെയും അവൻ ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോയി അവന്റെ മയ്യത്തുമായി മയ്യത്ത് കട്ടിലിൽ ആളുകൾ അവനെ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ തന്റെ കൂട്ടുകാരിലേക്ക്, തന്റെ കുടുംബക്കാരിലേക്ക്, തന്റെ ഭാര്യയിലേക്ക്, തന്റെ മാതാപിതാക്കളിലേക്ക്, തന്റെ മക്കളിലേക്ക് മടങ്ങുവാൻ വിശ്വാസിയായ ഒരു ആത്മാവ് ആഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്ന എന്താണ്? തനിക്ക് വാഗ്ദാനം നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ എന്നെ വേഗത്തിൽ ഖബറിലേക്ക് എത്തിക്കണമെന്നാണ് ഒരു വിശ്വാസിയായ ആത്മാവ്, ഒരു മനുഷ്യൻ ആ മയ്യത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ആ ഒരു ആഗ്രഹം ഇൻഷാ അല്ലാഹ് നടക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇദാ വുദിഅത്തിൽ ജനാസത്തു വഹ്തമലഹ അർറജുലു അലാ അഅനാഖിഹിം, മയ്യത്ത് കട്ടിലിൽ വെച്ച് പുരുഷന്മാർ അവനെ അത് ചുമലിലേറ്റിക്കൊണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫഇൻ കാനത് സാലിഹതൻ ഖാലത് ഖദ്ദിമൂനി, ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന വ്യക്തി ഒരു സ്വാലിഹാണെങ്കിൽ, ഒരു സൽപ്രവർത്തനം ചെയ്ത സുഹൃതം ചെയ്ത ഒരു അടിമയാണെങ്കിൽ ഖാലത് ഖദ്ദിമൂനി, അവൻ പറയുകയാണ് എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കത് കേൾക്കാൻ സാധിക്കുകയില്ല. അവൻ ആഗ്രഹിക്കുകയാണ് എന്നെ വേഗം കൊണ്ടുപോകണം, എന്നെ വേഗം ഖബറിലേക്ക് എത്തിക്കണമെന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരാഗ്രഹമായിരിക്കും സഹോദരങ്ങളെ അത്. ദുനിയാവിൽ നിന്നും നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും നമ്മുടെ ആദർശ സുഹൃത്തുക്കളുമെല്ലാം നമ്മെ ഓർത്ത് പ്രയാസപ്പെടുന്നുണ്ടാകും, നമ്മെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും, ഇനി തിരിച്ചു വരില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മടങ്ങിയ വ്യക്തിക്കുള്ള വലിയ സന്തോഷം നൽകുന്ന ആഗ്രഹമാണ് അവനെ വേഗം ഖബറിലേക്ക് എത്തിക്കണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹം എന്നുള്ളത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി കൊണ്ട് മരണപ്പെട്ട ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഖബറിലാണ്. ഉറ്റവരും ഉടയവരും അവനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു പോരുമ്പോൾ മടങ്ങിക്കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ ഖബറിൽ വെക്കുകയും അവന് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്താൽ ഒരിക്കലും തന്നെ ആ ഖബറിൽ നിന്ന് ആരോരുമില്ലാത്ത ആ 6 അടി മണ്ണിൽ നിന്നും ഒരാളും ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയില്ല. മറിച്ച് അനശ്വരവും അനന്തവുമായ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി അന്ത്യദിനം എത്തുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ആഗ്രഹമാണ് അന്ത്യദിനമാണ് അവൻ ആഗ്രഹിക്കുന്നത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കട്ടിലിൽ വെച്ച് അവൻ ആഗ്രഹിക്കുന്നത് ഖബർ ജീവിതമാണെങ്കിൽ ഖബറിൽ കൊണ്ടുപോയി അവനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ആഗ്രഹം അന്ത്യദിനം എത്രയും പെട്ടെന്ന് എത്തണമെന്നായിരിക്കും.
ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫയുനാദി മുനാദിം മിനസ് സമാ, ആ ഖബറിൽ അവനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആകാശത്തുനിന്നും ഒരാൾ വിളിച്ചു പറയുന്നു, അൻഖദ് സദഖ, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഫഅഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നും ഒരു വിരി അവൻക്ക് വിരിച്ചു കൊടുക്കുക, വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നും ഉടയാടകൾ അവൻക്ക് ധരിപ്പിച്ചു കൊടുക്കുക, ഫഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ആ ഖബറിൽ നിന്നും ഒരു വാതിൽ അവൻക്ക് വേണ്ടി തുറന്നു കൊടുക്കുക, ഖാല ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, അങ്ങനെ അതിൽ നിന്നും ആ സ്വർഗ്ഗത്തിൽ നിന്നും അതിന്റെ വാസനയും അതിന്റെ പരിമളവും വരികയും, വയുഫ്തഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹി, അവന്റെ നമ്മൾ കൊണ്ടുപോയി വെച്ച സമയത്ത് ആ ഇടുങ്ങിയ ഖബറുണ്ടല്ലോ, എത്ര തടിച്ച വ്യക്തിയാണെങ്കിലും എത്ര വലിയ മനുഷ്യനാണെങ്കിലും ആ ഖബറിലേക്ക് അടക്കി ഒതുക്കി വെച്ചുകൊണ്ട് തിരിച്ചു പോരുമ്പോൾ ആ ഖബർ നമ്മുടെ കണ്ണിൽ അങ്ങേയറ്റം ഇടുങ്ങിയ ഖബറാണ്. അങ്ങനെ വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹി, അവന്റെ ഖബറിനെ കണ്ണുകൊണ്ട് കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരവസ്ഥയാണത്. ആ ഖബർ അവൻക്കതാ വിശാലമാക്കി കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും ഒരു വാതിൽ ആ ഖബറിലേക്ക് അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഖാല വയഅതീഹി റജുലൻ ഹസനുൽ വജ്ഹി ഹസനുസ് സിയാബി ത്വയ്യിബുർ റീഹ്, നന്നായി വസ്ത്രമണിഞ്ഞ നല്ല സുമുഖനായ ഒരാൾ പരിമളം വീശി അവിടേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഫയഖൂലു അബ്ശിർ ബില്ലദീ യസുറക, സന്തോഷിച്ചുകൊള്ളുക, നീ സന്തോഷിച്ചുകൊള്ളുക, ആനന്ദകരമായതെല്ലാം താങ്കൾക്ക് വേണ്ടി ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹാദാ യൗമുകല്ലദീ കുൻത തുഅദു, താങ്കൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണ്. ഖബറിൽ വന്നുകൊണ്ട് അവനോട് പറയുമെന്നുള്ളതാണ്. അല്ലേ, നമ്മോട് ഒരുപാട് പല ആളുകളും പല ക്ലാസ്സുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് മരണമുണ്ട്, അതോടൊപ്പം തന്നെ ഖബർ ജീവിതമുണ്ട്, ആ ഖബർ വിശാലമാകും, ആ ഖബർ ഇടുങ്ങും, അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്ന് എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. റബ്ബിന്റെ വാഗ്ദാനമാണ്. അങ്ങനെ ആ സമയത്ത് അവിടുന്ന് പറയാണ്, ഹാദാ യൗമുകല്ലദീ കുൻത തുഅദു, താങ്കൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണിത്. ആ സമയത്ത് ഫയഖൂലു ലഹു മൻ അൻത, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, ഫവജ്ഹക അൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, അതായത് നന്മകൾ കൊണ്ടുവന്ന ഒരു മുഖമാണ് നിങ്ങളുടെ മുഖം, താങ്കൾ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പറയാണ്, ഫയഖൂലു അന അമലുക സ്വാലിഹ്, പറയും പിന്നീട് അവനിലേക്ക് ഒരു രൂപം വരികയാണ്. ആ സമയത്ത് ഫയഖൂലു പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ താങ്കളുടെ സൽക്കർമ്മങ്ങളാണ്, ഈ ഖബറിലേക്ക് താങ്കൾ ഒരുക്കി വെച്ച താങ്കളുടെ സൽക്കർമ്മങ്ങളാണ്. ഫയഖൂലു റബ്ബി അഖിമിസ്സാഅ, ആ സമയത്ത് ആ കിടക്കുന്ന വ്യക്തി ആഗ്രഹിക്കുകയാണ്, അഖിമിസ്സാഅ, ഖിയാമത്ത് നാൾ ഒന്ന് വേഗമാക്കണയെന്ന് ഖബറിൽ കിടക്കുന്ന വ്യക്തി ആഗ്രഹിക്കപ്പെടുക. രണ്ടാമത്തെ ആഗ്രഹമാണ്. മരണപ്പെട്ട ഒരു വ്യക്തിയുടെ രണ്ടാമത്തെ ആഗ്രഹം, ഇത്രയും വലിയ സുഖാസ്വാദനങ്ങൾ അവൻ അവിടെ അനുഭവിക്കുമ്പോൾ അവൻ പറയണം, റബ്ബി അഖിമിസ്സാഅ, റബ്ബേ അന്ത്യനാൾ ഖിയാമത്ത് നാൾ ഒന്ന് വേഗമാക്കി തരണം, എനിക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി എന്നുള്ളത്. ആ സമയത്ത് എനിക്കെന്റെ കുടുംബങ്ങളിലേക്കും സമ്പത്തിലേക്കും തിരിച്ചു ചെന്ന് സുഖമായി ജീവിക്കാമല്ലോ എന്ന് ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഈ ഒരു ആഗ്രഹം നമുക്കൊക്കെ വരാനുണ്ടാകണം. ആ നിലക്കായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുക. ദുനിയാവ് നശ്വരമാണ് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് ഒന്നുമില്ല. ദുനിയാവ് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിക്കുന്ന ഒന്നാണ്. എന്നാൽ അനശ്വരമായി ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ആഗ്രഹങ്ങളുമായി പരലോക ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ
ഈ ഒരു സന്തോഷം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വാലിഹായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ഒരു ആഗ്രഹമാണ് അവനെ സ്വർഗം കാണിക്കുമ്പോൾ എന്നുള്ളത്. അവന് സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യന്റെ ഒരു മയ്യത്തിന്റെ ഒരു ആത്മാവിന്റെ മൂന്നാമത്തെ ആഗ്രഹം അവിടെ പറയുകയാണ്, നരകത്തിൽ നിന്നും മോചിതനായിക്കൊണ്ട് സ്വർഗം കൊണ്ട് വിജയിച്ച കാര്യം തന്റെ കുടുംബത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. അവന്റെ ആ ഒരു സ്വർഗം അവനക്ക് കിട്ടാൻ പോകുന്ന ആ സന്തോഷ വാർത്ത അവന്റെ കൂട്ടുകാരെയും അവന്റെ കുടുംബക്കാരെയും അറിയിക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുമെന്നുള്ളത് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നൽ മുഅ്മിന ഇദാ വുദിഅ ഫീ ഖബ്രിഹി അതാഹു മലക്കുൻ. ഒരു വിശ്വാസിയെ ഖബറിൽ വെക്കുമ്പോൾ ഒരു മലക്ക് അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, ഫയഖൂലു മാ കുന്ത തഅബുദു, നീ എന്തിനെയാണ് ആരാധിച്ചിരുന്നത്? ഫഇനില്ലാഹു ഹദാഹു ഖാല കുന്തു അഅബുദുല്ലാഹ്. അല്ലാഹു അവനെ നേർവഴിയിലാക്കിയതിനാൽ അവൻ പറയും, കുന്തു അഅബുദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നത്. ഫയഖൂലു മാ കുന്ത തഖൂലു ഫീ ഹാദാ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിനക്ക് എന്താണ് സൂചിപ്പിക്കുവാൻ, എന്താണ് പറയാനുള്ളത്? ഫയഖൂലു ഹുവ അബ്ദുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ദാസനും വറസൂലുഹു, അതോടൊപ്പം ദൂതനുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചോദ്യമാണ്. ഫമാ യുസ്അലു അൻ ശൈഇൻ ഗൈരിഹാ, ഇതല്ലാതെ മറ്റൊന്നും അവനോട് ചോദിക്കപ്പെടുകയില്ല. ഫയുൻതലഖു ബിഹി ഇലാ ബൈത്തിൻ കാന ഫിന്നാർ, നരകത്തിലുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് അവനെ കൊണ്ടുപോകും. നരകത്തിലെ ഒരു വീട് അവൻക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഫയുഖാലു ലഹു ഹാദാ ബൈതുക കാന ഫിന്നാർ, അവനോട് നീ നരകത്തിലായിരുന്നുവെങ്കിൽ നിനക്കുള്ള വീടാണിത് എന്ന് അവനക്ക് നരകം കാണിച്ചു കൊടുക്കുകയാണ്. വലാകിന്നല്ലാഹ അസമക വറഹ്മക ഫഅബ്ദലക ബിഹി ബൈതം ഫിൽ ജന്ന, അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയും അല്ലാഹു നിന്നോട് കരുണ കാണിക്കുകയും ചെയ്തത് കാരണത്താൽ ഫഅബ്ദലക ബിഹി ബൈതം ഫിൽ ജന്ന, നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പകരമാക്കുകയും ചെയ്തു. അല്ലാഹു നിന്നോടുള്ള കാരുണ്യം കാരണത്താൽ, നിന്റെ സൽപ്രവർത്തനങ്ങൾ കാരണത്താൽ, നീ എന്നെ ആരാധിച്ചതുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി ഇത്തിബാ ചെയ്തതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകുകയും ചെയ്യുന്നതാണ്. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ദഊനി ഹത്താ അദ്ഹബ ഫഉബശ്ശിറ അഹ്ലി, നിങ്ങൾ എന്നെ അനുവദിക്കൂ, ഞാൻ പോയി എൻ്റെ കുടുംബത്തിന് ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെ. നോക്കൂ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടി ഒരു ആത്മാവ് ആഗ്രഹിക്കുമെന്നുള്ളത്. അപ്പൊ അവനോട് പറയും, ഫയുഖാലു ലഹു ഉസ്കുൻ, നീ ഇവിടെ താമസിക്കുക, ഇനി നിനക്കുള്ള താമസ സ്ഥലം ഇവിടെയാണ്, ഇനി നിനക്ക് ദുനിയാവിലേക്ക് മടക്കമില്ല എന്ന് സന്തോഷത്തിന്റെ വാക്ക് പ്രിയപ്പെട്ടവരെ ഒരു സ്വാലിഹായ മനുഷ്യനോട് ഖബറിൽ വെച്ചുകൊണ്ട് പറയുമെന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു ആഗ്രഹം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തെക്കുറിച്ച് അവൻ അറിയുമ്പോൾ, അവന്റെ സ്വർഗം അവൻക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നുണ്ട് തന്റെ കുടുംബക്കാരോട് ഇതൊക്കെ ഒന്ന് അറിയിക്കണം, ഈ സന്തോഷ വാർത്ത അറിയിക്കണമെന്നുള്ളത് മരണപ്പെട്ട വ്യക്തിയുടെ മറ്റൊരു ആഗ്രഹമാണ്. മറ്റൊന്ന് പ്രിയ സഹോദരി സഹോദരന്മാരെ, ദീനിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻക്കൊരു ആഗ്രഹമുണ്ടാകും. ദീനിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ സ്വന്തം ജനതയെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചത് കാരണത്താൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ തന്റെ ആ ജനതയെ അറിയിക്കാൻ വെമ്പൽ കൊള്ളുന്ന സംഭവം വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ നമുക്ക് കാണാൻ സാധിക്കും, വജാഅ മിനൽ അഖ്സൽ മദീനതി എന്ന് പറയുന്ന ആയത്ത്. ഒരു വിദൂര സ്ഥലത്തു നിന്നും ഒരു പുരുഷൻ, ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് ആ ജനതയോട് എന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ ആരാധിക്കുവാനും ഒക്കെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി ആരാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ നിന്നില്ല സൂചിപ്പിച്ച ഒരു സ്വാലിഹായ മനുഷ്യൻ വിദൂര ഭാഗത്തു നിന്നും ഒരു നാട്ടിലേക്ക് ഓടി വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? അള്ളാഹനെ ആരാധിക്കുവാൻ വേണ്ടി പറയുകയാണ്. സൂറത്ത് യാസീൻ നമുക്ക് കാണാൻ സാധിക്കും. യാസീനിന്റെ 20-ാമത്തെ ആയത്ത് മുതൽ 27-ാമത്തെ ആയത്ത് വരെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി വായിച്ചു നോക്കണം മുഴുവനായിട്ട്. പിന്നെ ഓതാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്.
വജാഅ മിനൽ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ എന്ന് പറഞ്ഞ ആയത്തിന്റെ തുടർച്ചയായി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഖീല ദുഖുലിൽ ജന്ന. ആ വിഭാഗം ആളുകൾ അദ്ദേഹത്തെ കൊല്ലുകയാണ്. അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് ആ മനുഷ്യനെ ആ സമൂഹം വധിക്കുകയാണ്, കൊല്ലുകയാണ്. അപ്പൊ പറയണത് ഖീല ദുഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെട്ടു. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, അദ്ദേഹം ആഗ്രഹിക്കുകയാണ് എന്റെ ജനത ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ. റബ്ബെ, നിന്നിലേക്ക് ക്ഷണിച്ചത് കാരണത്താൽ ഒരു ജനത എന്നെ കൊലപ്പെടുത്തിയതാണ്, എന്നെ കൊന്നതാണ്. ആ ജനത എനിക്ക് ലഭിച്ച ഈ ഒരു സ്വർഗത്തിന്റെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെന്ത് ചെയ്യാണ് ആ വ്യക്തി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദീനിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആഗ്രഹം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ആ ജനത ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, അഞ്ചാമത്തെ ഒരു ആഗ്രഹമാണ് ഷഹീദായ വ്യക്തികൾ. ഷഹീദായ വ്യക്തികൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾക്കുള്ള ഒരു ആഗ്രഹം, പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഭാഗത്തിന് മാത്രമേ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടാവുകയുള്ളൂ. ദുനിയാവിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും അനവധി തവണ ഷഹീദായിക്കൊണ്ട് വീണ്ടും തിരിച്ചു മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരിൽ ആ ഒരു വിഭാഗത്തിന് മാത്രമേ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരാൾക്കും മരണത്തിന് ശേഷം ദുനിയാവിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹമുണ്ടാവുകയില്ല. അതുമായി ബന്ധപ്പെട്ട ഹദീസ് കാണാൻ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്, മാ അഹദുൻ യദ്ഖുലുൽ ജന്നത യുഹിബ്ബു അൻ യർജിഅ ഇല ദുനിയാ വലഹു മാ അലൽ അർളി. മരണത്തിന് ശേഷം ഈ ദുനിയാവിലെ എല്ലാം സർവ്വ വസ്തുക്കളും അവനക്ക് ലഭിച്ചാലും ഒരിക്കലും തന്നെ ഒരു വ്യക്തിയും ദുനിയാവിലേക്കുള്ള മടക്കത്തെ ആഗ്രഹിക്കുകയില്ല. വിശ്വാസിയായ ഒരു വ്യക്തി നാളെ പരലോകത്ത് ദുനിയാവിലുള്ള മുഴുവൻ അവനക്ക് കൊടുത്താലും ഒരിക്കലും തന്നെ ഈ ദുനിയാവിലേക്ക് മടങ്ങുവാൻ ഒരു വ്യക്തിയും ആഗ്രഹിക്കുകയില്ല. ഇല്ല ഷഹീദ്, രക്തസാക്ഷി ഒഴികെ. ആ രക്തസാക്ഷി മാത്രം ചെയ്യും ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. അതിന്റെ കാരണം, പ്രിയപ്പെട്ടവരെ, ഒരു ഷഹീദിന് അവനക്ക് ലഭിക്കുന്ന ആദരവ്, അവൻ ആ ഷഹീദാകുന്ന സമയത്ത് അവൻ വെട്ടേറ്റാണ് മരിച്ചതെങ്കിൽ അവൻ ഏൽക്കുന്ന ഒന്നാമത്തെ വെട്ടിൽ തന്നെ അവൻ അനുഭവിക്കുന്ന ഒരുപാട് ആസ്വാദനങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആദരവുകളുണ്ട്. യതമന്ന അൻ യർജിഅ ഇല ദുനിയാ ഫയുഖ്തല 10 മറാത്തിൻ. അവൻ ദുനിയാവിലേക്കുള്ള മടക്കത്തെ ആഗ്രഹിക്കും. ഒരു ഷഹീദ് ദുനിയാവിലേക്കുള്ള മടക്കത്തെ ആഗ്രഹിക്കും. അങ്ങനെ ഫയുഖ്തല 10 മറാത്തിൻ, 10 തവണ വധിക്കപ്പെടുവാനും അവൻ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. നമുക്ക് യഥാർത്ഥ ഒരു ഷഹീദിനുള്ള ആഗ്രഹമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ, അവർക്കുള്ള ആഗ്രഹമാണ് ദുനിയാവിലേക്ക് മടങ്ങി വീണ്ടും 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 ഷഹീദാകാൻ അവർ ആഗ്രഹിക്കുകയാണ്. അത്ര വലിയ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് ലഭിക്കും. നമുക്കറിയാം, ഷഹീദിനേൽക്കുന്ന അവന്റെ ഒന്നാമത്തെ വെട്ടിൽ തന്നെ അവന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുന്ന സമയത്ത് അവന്റെ പാപങ്ങളെല്ലാം അവനിൽ നിന്നും ഒഴുകിപ്പോകുമെന്നുള്ളതാണ്. ഇങ്ങനെ അവന് ഒരുപാട് ലിമാ യറാ മിനൽ കറാമത്തി, രക്തസാക്ഷിത്വം മൂലം ലഭിക്കുന്ന ആദരവ് അവന് കൃത്യമായി അനുഭവിച്ചത് കൊണ്ടാണ് ഒരു ഷഹീദ് അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, മരണത്തിന് ശേഷമുള്ള ഈ ആഗ്രഹങ്ങളായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത്. അതിന് ദുനിയാവിൽ നമുക്ക് അല്ലാഹു നൽകിയ ഈ സുഖ സൗകര്യങ്ങളിൽ അങ്ങേയറ്റം ആഗ്രഹിച്ച് അതിൽ മതിമറന്നുകൊണ്ട് ആ ദുനിയാവിൽ വഞ്ചിതരായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നിന്നും കണ്ണടക്കുന്നതോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്കൊരിക്കലും ആഗ്രഹമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ മലക്കുൽ മൗത്ത് നമ്മിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങേയറ്റം ഭയപ്പാടുണ്ടാവുകയാണ്. അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും ഒരു അവിശ്വാസിയായ വ്യക്തിയുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്നത് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മരണപ്പെട്ട വ്യക്തികൾക്കുണ്ടാകുന്ന ഈ 5 ആഗ്രഹങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇതിൽ ഷഹീദിനൊഴികെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കും ലഭിക്കാം. ആ ആഗ്രഹങ്ങളുമായി
ആ ആഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ദുനിയാവിലെ ആഗ്രഹം സഹോദരങ്ങളെ എല്ലാം ഇവിടെ വിട്ടേച്ചു പോകേണ്ടി വരും. നമ്മൾ ആഗ്രഹിച്ച എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച, നമുക്ക് ലഭിച്ച ഒരു കുഞ്ഞ്, ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ വീട്, ആ വീട്ടിലേക്ക് ഒരു പക്ഷേ നമ്മൾ കാലെടുത്ത് വെക്കും മുമ്പ് മയ്യത്ത് കട്ടിലിന്റെ കാലുകൾ ആ വീട്ടിലേക്ക് എത്തുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ വന്നിരിക്കാമെന്നുള്ളതാണ്. ഒരുപാട് വർഷമായി നമ്മൾ ആഗ്രഹിച്ച ഒരു കുഞ്ഞിനെ കാണും മുമ്പ് ഒരു പക്ഷേ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഈ ദുനിയാവിൽ നിന്നും നമ്മൾ കണ്ണടക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് കൃത്യമായി പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നതാണ്. ഈ ഒരു ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന ഒന്നിലും നമുക്ക് അങ്ങേറ്റം വിഷമിക്കാതെ പ്രതീക്ഷയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ക്ഷമയോടുകൂടി, ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും നമുക്ക് മുതൽ കൂട്ടാകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ റബ്ബിന്റെ സഹായമുണ്ടാകുമെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ക്ഷമയും കാരണത്താൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും റബ്ബ് നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടത്. തീർച്ചയായും റബ്ബ് നമുക്ക് അതിന് ഫലം നൽകുമെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.